ഹലോ ഹായ്. ഞാനിന്ന് നിങ്ങൾക്കിന്ന് മനസ്സിലാക്കി തരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നോക്കിയയുടെ ഒരു ഡെഡായ സെറ്റാണ്. അതിൻ്റെ മോഡൽ വന്നിട്ട് 1133 ഇതാണ് മോഡല്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമുക്ക് ഈ ഡെഡ് പൊസിഷൻ മാറി നമുക്ക് എങ്ങനെയാണ് ശരിയാക്കാൻ പറ്റുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കിന്ന് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഇപ്പോൾ ഓൺ ചെയ്തപ്പോൾ ഓൺ വരുന്നില്ല. നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ഷോർട്ട് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്, ഷോർട്ട് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഷോർട്ട് നോക്കാം. മൾട്ടിമീറ്റർ അൺലോ മൾട്ടിമീറ്ററാണ് നല്ലത്. അൺലോ ആണ് നല്ലത്, കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. മറ്റേ മൾട്ടിമീറ്റർ ആണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. അൺലോഗ് തന്നെ ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഷോർട്ട് നോക്കാം. ഇതിപ്പോൾ ഷോർട്ട് ഇപ്പം കാണിക്കുന്നില്ല, കുഴപ്പമില്ല. ഷോർട്ടില്ല, ഷോർട്ടില്ല. അപ്പം ഇപ്പോൾ ഷോർട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ് ഓൺ ആവാത്തത്? നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ബാക്കി ഇതിൻ്റെ എന്താണ് പ്രശ്നം എന്നറിയാൻ പറ്റും. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താണ് പ്രശ്നമെന്ന് നമുക്ക് നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, സൈഡ് അതിന് ഓപ്പൺ ടൂൾസിലിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാവൂ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ഈ ഇരിക്കുന്ന പോലെ ഇത്തിരി ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കത്തില്ല. ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ടൂൾസുകൾ. നമുക്കിതാകുമ്പം നമുക്ക് കറക്റ്റായിട്ടും നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. സ്ക്രാച്ച് ഒന്നും കൂടാതെ ഇളക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ടൂൾസ്, ഇങ്ങനെയുള്ള ടൂൾസുകൾ ഉപയോഗിക്കുന്നത്. നമുക്ക് സ്ക്രാച്ച് ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് ടൂൾസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ കവർ ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ബോർഡ് മാത്രം സെപ്പറേറ്റ് ആക്കണം. നമ്മൾ ബോർഡ് മാത്രം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോർഡാണ്, ഇത് ബോർഡാണ്. അപ്പം നമുക്കിനി എന്താണ് ഇതിൻ്റെ ബോർഡിലെ പ്രശ്നം എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബോർഡ് സെപ്പറേറ്റ് ആക്കി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് PCB ഹോൾഡർ എന്ന് പറയുന്ന നമുക്ക് ഈ സ്റ്റാൻഡിൽ വെക്കാം. അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അത് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. PCB ഹോൾഡർ തന്നെ വെക്കുന്നതായിരിക്കും ബെറ്റർ. അത് വെക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക, കറക്റ്റ് സൈഡ് നോക്കി വയ്ക്കണം. കാരണം ഈ എൻഡിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും ICO എന്തെങ്കിലും ചെറിയ കപ്പാസിറ്റർ വല്ല വരുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ വെക്കുന്നത് സൂക്ഷിച്ച് നോക്കി വെച്ചില്ലെങ്കിൽ അത് ചിലപ്പം കട്ടായിപ്പം കാരണം അങ്ങനെയാണെന്നാൽ ബോർഡ് കംപ്ലൈന്റ് ആവും. അപ്പോൾ അത് വളരെ സൂക്ഷിക്കുക.
ഇത് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കവർ നമുക്ക് ഇളക്കിയെടുക്കണം. കാരണം ഇതിനകത്താണ് ഐസിയും എല്ലാം ഉള്ളത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇളക്കിയെടുത്താൽ മാത്രമേ നമുക്കതൊന്ന് ഹീറ്റ് ചെയ്യാനോ എന്തെങ്കിലും പറ്റത്തുള്ളൂ. അത് ഇളക്കിയെടുക്കുമ്പോൾ സൂക്ഷിക്കുക, അടുത്തിരിക്കുന്ന ചെറിയ കപ്പാസിറ്റർ ഒന്നും ഇളവാത്ത രീതിയിൽ ചെറിയ തന്നെ നിങ്ങൾ ഇളക്കുക. വളരെ സൂക്ഷിക്കുക. ഇളക്കുമ്പോൾ സൈഡ് കറക്റ്റ് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈസിയായിട്ട് ഇളക്കാൻ കഴിയും. കാരണം സൈഡ് സോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് അതേപോലെ തന്നെ തിരിച്ച് വെക്കുകയും വേണം. അപ്പം അത് കണക്കാക്കി നമുക്ക് ഇളക്കിയെടുക്കുക. അപ്പം ഈ ഹീറ്റ് ചെയ്ത് ചുറ്റും ഹീറ്റ് ചെയ്യണം. കാരണം ഒരു സൈഡ് മാത്രമായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യരുത്, ഫുള്ളും ചുറ്റും ഹീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ഇളകി വരത്തുള്ളൂ. ഈസിയായിട്ട് ഇപ്പം ഇളക്കാൻ കഴിഞ്ഞു ഉണ്ടല്ലോ. നമുക്ക് ആ പാർട്ട് തിരിച്ചവിടെ വെക്കേണ്ടതാണ്. അപ്പോൾ ആ കണക്കിന് നമ്മൾ ഇളക്കിയെടുക്കുക. അപ്പം നമ്മൾ ഇതിന് കുറച്ച് ഫ്ലെക്സ് ആണ്, അത് കുറച്ച് വെക്കണം, അധികം ആവരുത്. ഓക്കെ, അപ്പം ഇത് ഓണായിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക. വളരെ സൂക്ഷിക്കണം. ഐസിയൊക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന കപ്പാസിറ്റർ ഒന്നും പോവാതെ വളരെ സൂക്ഷിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ല ഇതേപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ആപ്സ് ചാനലിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം താങ്ക് യു.